ഹലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി അല്ലേ? ലോങ് വീഡിയോസിൽ മാത്രം ഇത്തിരി മടി കാണുന്നുള്ളൂ. എങ്കിലും ഇടയ്ക്കൊക്കെ ഷോർട്സ് ഇടാറുണ്ട്, പിന്നെ ലൈവ് ഉണ്ട്. അപ്പം വിട്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്ന് ടൗൺ വരെ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ച് തന്നെയാണ് പോണത്. റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അടുത്തുള്ളതിനെ കാണാതെ ദൂരെയുള്ളതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോകരുതെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ സത്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് നമ്മുടെ നാട്, ഞങ്ങളുടെ നാട്. നല്ല വെയിൽ, ബസ്സിലിരുന്നിട്ട് വരെ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പുറത്തേക്കൊന്നും നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര പേരായി പൊരി വെയിലിരുന്ന് പണിയെടുക്കുന്നത്. താമരശ്ശേരി ബസ്സിന് കാത്തിരിക്കുന്ന സമയത്ത് പറയേ വേണ്ട, നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മുടെ കാലിക്കറ്റ് സൂര്യ സിൽക്സിലെത്തിയിട്ട് ഒരു കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. സൂര്യയുടെ മുന്നിലൂടെ ഈ ഒഴുകി പോകുന്നത് എന്താണെന്നറിയോ? ഒരു ജലസ്രോതസ് എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ഒഴുകുന്ന വിഷമാണത്, വിഷം. അതിൻ്റെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ആ വെള്ളത്തിൻ്റെ കളറ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കറുത്ത കളറിലാണ് അത് ഒഴുകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ ശാപം അങ്ങനെ വേണം ഇതിനെ പറയാൻ. എന്ത് ചെയ്യാനാ, ഇതിനൊക്കെ ഇങ്ങനെയാക്കി തീർത്തത് നമ്മളൊക്കെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തൊന്ന് ബീച്ചിലേക്ക് കയറിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് കടയിൽ നിന്നൊരു സർബത്തും അങ്ങോട്ട് കാച്ചി. ആളിപ്പം പ്രസിദ്ധനാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ബീച്ചിലോട്ട് വെച്ചങ്ങ് പിടിച്ചു. ബീച്ചിലെത്തിയപ്പോൾ തന്നെ നല്ല കാറ്റ്. അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം എന്നുള്ളതൊരു നേർച്ച പോലെ ആയിട്ടുണ്ട് ഇപ്പോഴെനിക്ക്. ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഇന്ന് വന്നത് അവന്മാർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുകിലിനുള്ള എല്ലാ വകുപ്പും വീട്ടിനകത്ത് തന്നെ ഉണ്ട്. കുറച്ച് നേരം അതിലേക്ക് ഇങ്ങനെ അലഞ്ഞ് തിരഞ്ഞ് നടന്നു. എത്ര പേരാ, കുളിക്കുന്നവരും കളിക്കുന്നവരും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതിനിടയ്ക്കതേ ഇങ്ങനെ കടൽ നോക്കിയിരുന്നപ്പോൾ ഞാൻ കടലക്കാരനെ നോക്കിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന ആളെ പെട്ടെന്ന് കാണാതാവുകയും എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പാക്കറ്റ് കടലയായിട്ട് ആൾ മുന്നിലെത്തുന്നത്. മഹാരാഷ്ട്രക്കാരുടെ അടിയാണെന്നൊക്കെ കേട്ടിട്ട് അവർ വല്ലതും പിടിച്ചുകൊണ്ട് പോയി കാണും എന്ന് സന്തോഷിച്ചിരുന്ന ആളുടെ മുന്നിലോട്ടാണ് 2 കടല പാക്കറ്റുമായിട്ട് ഞാൻ ചാടി വീണത്. അതിൻ്റെ നിരാശയാണ് ഇപ്പോൾ ഈ ഫേസിൽ കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലത്ത് 2 പേര് ഇതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നു. ആദ്യം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ പിന്നെ മനസ്സിലായി കേട്ടോ, ഇവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്കുറുമ്പൻ അങ്ങനെ കളിക്കുന്നുണ്ട് കടലിൽ. പക്ഷെ വെള്ളം ആൾക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കാലിൽ പറ്റുന്ന ചളി അത് കഴുകാനാണ് ആൾ പിന്നെ ഇറങ്ങുന്നത്. ആ ചെളി കഴുകി കളഞ്ഞ് തിര തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെയും കാലിൽ ചളിയാവും. അത് അവിടെ ഇരുന്ന് ഒത്തിരി പേര് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. പിന്നെ ഇപ്പോൾ ബീച്ചിൽ പുതിയ റൈഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് ബോട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ ബോട്ട് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. അത് എല്ലാവരും കയറുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഇവിടെ വരിക, ഉപ്പിലിട്ടത്, ഐസ്രസി, പിന്നെ അതുപോലെ പാനിപ്പൂരി അല്ലെങ്കിൽ പൂരിയുടെ വെറൈറ്റീസ്, അതൊക്കെ തന്നെ. മെല്ലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരു ഭേൽപൂരി പറഞ്ഞു. ഭേൽപൂരി ഓർഡർ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു 2 എണ്ണം വേണ്ട, 1 എണ്ണം മേടിച്ചാൽ മതി, എനിക്ക് വേണ്ട, നീ കഴിച്ചോ, എനിക്കിനി ഒന്നും പോവില്ല എന്ന് പറഞ്ഞ ആളാണ്. നോക്കിയേ, ഏകദേശം ഇത്രയും അങ്ങനെ തീർത്തു. ഇഷ്ടമില്ലാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ. അപ്പോൾ ഇതിനോടൊരു ഇഷ്ടം കൂടി ഉണ്ടായിരുന്നെങ്കിലോ. കുറച്ച് നേരം കൂടെ ബീച്ചിലൊക്കെ കറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഗീ റോസ്റ്റ് കഴിക്കണം. അങ്ങനെ ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മിൽമയുടെ അണ്ടറിലാണ് ഈ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ അത്യാവശ്യം നല്ല ഗീ റോസ്റ്റ് കിട്ടും. ഞങ്ങൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. ഇന്ന് വരുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു, നിൻ്റെ വയറ്റിൽ എന്താ കോഴിക്കുഞ്ഞുണ്ടോ, നീ എന്തൊക്കെ കഴിച്ചു, അങ്ങനെ ഇങ്ങനെയെന്ന് ചോദിച്ച ആളാണ് അങ്ങേ സൈഡിൽ ഇരുന്നിട്ട് വെട്ടി വിഴുങ്ങുന്നത്. അതും കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് ഇത് മിൽമയുടെ ഔട്ട്ലെറ്റാണ്. ഇവിടെ നിന്ന് അടിപൊളി ഒരു പായസം,
ഞാൻ മിക്കപ്പോഴും ഇതിൽ കടന്നു പോകുമ്പോൾ മേടിക്കുന്നതാണ്. അപ്പോൾ ആ പായസം മേടിച്ചിട്ട് തിരിച്ചു പോന്നു. ദേ ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് കേട്ടോ, മലബാർ മിൽമ. കിലോമീറ്ററുകളോളം അല്ല ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനം. ഇതിന് തൊട്ട് മുൻപിലാണ് ഇവരുടെ ആ ഒരു കുഞ്ഞ് ഔട്ട്ലെറ്റ്. എനിക്ക് അവരുടെ ലസ്സി ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ ദാഹിച്ച് നിൽക്കുമ്പോൾ ആ ലസ്സി മേടിച്ചൊന്ന് കുടിക്കണം. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന വഴിക്ക് വണ്ടിയിലിരുന്നിട്ടാണ് ഞാൻ ആ പായസം കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ബായ്.